നമസ്കാരം എല്ലാവർക്കും മാജിക് വിത്ത് ശ്രീയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതും ഒരു ഓണം മേക്കപ്പ് ലുക്ക് തന്നെയാണ്. ഇന്നൊരു സെറ്റ് സാരി മേക്കപ്പ് ലുക്കാണ് കേട്ടോ ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ നമ്മളുടെ വീഡിയോ സൽവാർ ലുക്കായിരുന്നു. അപ്പോൾ ഇത്തിരി ലെങ്ത്ത് കൂടിപ്പോയി. അപ്പോൾ ഇന്ന് മാക്സിമം ഞാൻ ലെങ്ത്ത് കൂടാതെ ശ്രമിക്കാം കേട്ടോ. കാരണം ട്യൂട്ടോറിയൽ പോലെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മേക്കപ്പ് ഇടുന്നത് കാണിച്ചു തന്നത്. അപ്പോൾ ഇന്ന് ഇത്തിരി കൂടി ഫാസ്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടാലോ. ഇപ്പോൾ സ്കിൻ കെയർ ചെയ്തിട്ടുണ്ട്, ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകിയിട്ടുണ്ട്. അതിനുശേഷം ടോണർ ഗുഡ് വൈബ്സിൻ്റെ വൈറ്റമിൻ സിയുടെ ടോണർ തന്നെയാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ ഞാൻ ഉപയോഗിച്ചത് സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസർ. പിന്നെ ഞാൻ ഉപയോഗിച്ചത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ലോട്ടസിൻ്റെ സൺസ്ക്രീനാണ് ഞാൻ ഇന്ന് അപ്ലൈ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ സൺസ്ക്രീൻ ഒരിക്കലും വിട്ടു പോകരുത് കേട്ടോ. സ്കിൻ കെയർ ചെയ്തിട്ട് വേണം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ സൺസ്ക്രീൻ മസ്റ്റാണ്. അതിനുശേഷം ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ഇന്ന് നൈക്കയുടെ പ്രൈമറാണ് കേട്ടോ. പ്രൈമർ എന്തിനാണ് യൂസ് ചെയ്യാമെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എടുത്ത് കാണുക കേട്ടോ. ചെറിയൊരു എമൗണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. പ്രൈമർ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോസ് എടുത്ത് കാണുക കേട്ടോ. പ്രൈമർ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രമായിരിക്കണം നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ആദ്യം കൺസീലർ ഉപയോഗിക്കാൻ പോവുകയാണ് കേട്ടോ. അതായത് ഇൻസൈറ്റിൻ്റെ കൺസീലറാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇൻസൈറ്റിൻ്റെ കളർ കറക്റ്ററാണ് ഇത്. ഞാനിന്ന് ജസ്റ്റ് യൂസ് ചെയ്യണമെന്നുള്ളൂ. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒരുപാട് കളറ് ഡിസ്കളറേഷനൊക്കെ മുഖത്തുണ്ടെങ്കിൽ നമുക്ക് ഓറഞ്ച് കളക്ടർ വെച്ചിട്ട് കണ്ടില്ലേ, ഓറഞ്ച് ഉണ്ട്, കോണ്ടോർ ചെയ്യേണ്ട സംഭവങ്ങളുണ്ട്, ഹൈലൈറ്റ് ചെയ്യേണ്ട സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് അഫോർഡബിൾ റേഞ്ചിൽ കിട്ടുന്നൊരു കളർ കറക്റ്ററാണ്. ഇതിൽ ഞാൻ വന്നിട്ട് ഓറഞ്ച് വെച്ചിട്ട് ആദ്യം എൻ്റെ കണ്ണിൻ്റെ അടിയിൽ കുഞ്ഞു കുഞ്ഞു പാടുകളുള്ളൂ, അതൊന്ന് കൺസീൽ ചെയ്യാൻ പോവാണ് കേട്ടോ. ആദ്യം ഞാൻ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഓറഞ്ച് കളക്ടർ വെച്ചിട്ട് അത് മായ്ക്കാൻ പോവാണ് കേട്ടോ. കുറച്ച് ഉപയോഗിക്കണുള്ളൂ. പിന്നെ എവിടെയൊക്കെയാണോ നമുക്ക് പാടുകൾ മറക്കേണ്ടത് അവിടെയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് പാടുകളുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിപ്പിക്കേണ്ടത്. ഞാൻ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കൈ കൊണ്ട് ഇതേപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിപ്പിക്കുക. ഇനി നമ്മൾ സെയിം പാലറ്റിൽ നിന്ന് തന്നെ ഈ ഹൈലൈറ്റർ പോലത്തെ ഷെയ്ഡ് ഉണ്ടല്ലോ, ഈ യെല്ലോ ഷെയ്ഡ്, അതെടുത്തിട്ട് ഓറഞ്ച് കളക്ടർ യൂസ് ചെയ്തില്ല, അതിൻ്റെ മുകളിൽ നമ്മൾ ജസ്റ്റ് ഒന്നുകൂടി ഇട്ട് കൊടുക്കാൻ പോവാണ്. കറക്റ്റ് ആ കളറ് നമുക്ക് റെഡിയായി വരാനാണ് കേട്ടോ. നമ്മുടെ മുഖത്തിൻ്റെ സ്കിന്നിൻ്റെ കളറിലേക്ക് മാറ്റി എടുക്കാനാണ് നമ്മൾ ഇതേപോലെ ചെയ്യണത്. ഒരുപാട് പാടുകളൊക്കെ ഉള്ളവർക്കാണ് ഇപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ടത്. അതേപോലെ ഇപ്പോൾ ഞാൻ കണ്ണിൻ്റെ അടിയിൽ അധികം കറുപ്പില്ല എങ്കിലും ഞാനിപ്പോൾ ഒരു നല്ലൊരു ലുക്ക് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ ഓറഞ്ച് കളക്ടർ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മൾ എവിടെയൊക്കെയാണോ ഇത് അപ്ലൈ ചെയ്തത്, അതായത് ഓറഞ്ച് കളക്ടർ എവിടെയൊക്കെയാണോ അപ്ലൈ ചെയ്തത് അതിൻ്റെ മുകളിലൊക്കെ ഈ ഒരു മഞ്ഞ അതായത് ഒരു യെല്ലോ ഷെയ്ഡ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് സീൽ ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഇപ്പോൾ ആ ഓറഞ്ച് ഇങ്ങനെ ഓറഞ്ച് കളർ കറക്റ്റർ ഇങ്ങനെ ഷെയ്ഡ് മങ്ങിയിട്ടിരിക്കുന്നുണ്ടല്ലോ. ഇനി നമ്മൾ ഫൗണ്ടേഷനും കൂടി അപ്ലൈ ചെയ്യുമ്പോൾ അത് റെഡിയായ കളറിലേക്ക് വരികയാണ് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ മുകളിൽ മാത്രം ഞാൻ കോമ്പാക്ടർ പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പോവാണ്. അതായത് ഇന്നത്തെ നമ്മുടെ ഫൗണ്ടേഷൻ ഞാൻ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ മാക്കിൻ്റെ ഫൗണ്ടേഷനാണ് കേട്ടോ. മാക്കിൻ്റെ ഇത് ഏകദേശം കഴിയാറായി. ഇത് ദുബായിലുള്ള സമയത്ത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ. ഇപ്പോൾ നാട്ടിൽ വന്നപ്പോൾ ഇങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാണ്ടായി. അപ്പോൾ ഇത് മാക്കിൻ്റെയാണ് കേട്ടോ ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കോമ്പാക്റ്റ് പൗഡർ വെച്ചിട്ട് ഞാൻ ആദ്യം സെറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇത് മാക്കിൻ്റെ തന്നെ കോമ്പാക്റ്റ് പൗഡറാണ്. ഇതിൻ്റെ ഷെയ്ഡ് മാഞ്ഞു പോയോ നോട്ടിട്ടാ, ഇല്ല കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് NC35 ആണ് കേട്ടോ. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് NC35 ആണ്. അപ്പോൾ ഞാനിപ്പോൾ കോമ്പാക്റ്റ് പൗഡർ വെച്ചിട്ട് തന്നെ ഞാൻ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ.
നമ്മൾ കൺസീൽ ചെയ്ത ഭാഗങ്ങൾ മെയിൻലി കണ്ണിൻ്റെ മുകൾ വശം, അതേപോലെ കണ്ണിൻ്റെ താഴെ. ഇനിയാണ് ഞാൻ എന്താ പറയുക, ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഫൗണ്ടേഷൻ ഞാൻ യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. മാക്കിൻ്റെ ഫൗണ്ടേഷനാണ് കേട്ടോ. ഇത് വന്നിട്ട് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് NC37 ആണ്. ഇതിൻ്റെ ബാക്ക് സൈഡിലുണ്ട് കേട്ടോ, NC37. കുറച്ച് തന്നെ എടുക്കണുള്ളൂ കേട്ടോ, അത് കഴിയാറായിട്ടുണ്ട്. കുറച്ച് തന്നെ എടുക്കണുള്ളൂ. ഇതൊരു അത്ര അഫോർഡബിൾ അല്ല കേട്ടോ, കാരണം ഇത് ഇത്തിരി കോസ്റ്റ്ലി ആണ്. അപ്പം ഞാൻ ഇന്നത്തെ ലുക്കിൽ എന്ന് വെച്ചാൽ ഇന്ന് ഓണൊക്കെ അല്ലേ, അപ്പോൾ ഇത് ഞാൻ വെറുതെ ഇത്രയും പൈസ കൊടുത്ത് മേടിച്ചിട്ട് ഇത് എക്സ്പയറി ആയി പോവാറായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ലുക്ക് മേക്കാവാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമുക്കിത് സാധാരണ രീതിയിലുള്ളൊരു ഫൗണ്ടേഷൻ ആയാലും നമ്മൾക്ക് ഇന്നത്തെ ഈ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം നിങ്ങൾക്ക് സാധാരണ രീതിയിൽ മെബിലിൻ്റെയോ അഫോർഡബിൾ റേറ്റുള്ള ഏത് ഫൗണ്ടേഷൻ വെച്ചിട്ടും ഇന്നത്തെ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ കണ്ടില്ലേ, ചെറിയൊരു എമൗണ്ടാണ് എടുത്തേക്കണത്. അത് വന്നിട്ട് ഡോട്ടായിട്ട് ആദ്യം അപ്ലൈ ചെയ്തിട്ടാണ് പിന്നെ ഞാൻ ബ്യൂട്ടി സ്പഞ്ച് വെച്ചിട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ ആദ്യം ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ബ്യൂട്ടി സ്പഞ്ച് വെച്ചിട്ട് ആദ്യം കൈ വെച്ചിട്ടൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്യാൻ പോവാണ്. അതിന് ശേഷമാണ് ബ്യൂട്ടി സ്പഞ്ച് ഉപയോഗിക്കുന്നത് കേട്ടോ. കൈ വെച്ചിട്ട് നന്നായിട്ട് ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ബ്യൂട്ടി സ്പഞ്ച് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. നാച്ചുറൽ ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഞാൻ വളരെ കുറച്ചാണ് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് ഒരു വട്ടം ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ട് കവറേജ് കുറവ് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒരു വട്ടം കൂടി നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു തവണ തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യണുള്ളൂ. അതേപോലെ ഈ മാക്ക് എന്നൊക്കെ പറയണത് നല്ല അടിപൊളി ഫൗണ്ടേഷനാണ് കേട്ടോ. ഫൗണ്ടേഷനൊക്കെ അങ്ങനെ കൂടിയ റേഞ്ചിലൊരു ഫൗണ്ടേഷൻ വാങ്ങിക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാക്ക് നല്ലതാണ് കേട്ടോ. പക്ഷേ ഇതുപോലെ അഫോർഡബിൾ അല്ല, എല്ലാവർക്കും അഫോർഡബിൾ അല്ല. അതുകൊണ്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യാത്തത്. പക്ഷേ ഈ മാക്ക് ഇട്ടിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ഫിനിഷിംഗ് ആണ്, ഒരു നാച്ചുറൽ ലുക്കാണ്. നമ്മൾ ഈ ഫൗണ്ടേഷൻ ഇട്ടു എന്ന് തന്നെ നമുക്ക് തോന്നില്ല. ചില ഫൗണ്ടേഷൻ ഉണ്ട്, ഫൗണ്ടേഷൻ ഇട്ട് അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ഡാർക്കൺ ആക്കും. ഇത് ബ്രൈറ്റ് ആക്കി ചെയ്യാം കേട്ടോ ഈ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പം നല്ലൊരു ഫൗണ്ടേഷൻ തന്നെയാണ് ഈ മാക്കിൻ്റെ ഫൗണ്ടേഷൻ കേട്ടോ. ഐബ്രോ വരയ്ക്കാൻ പോവാണ്. അതിന് വൈബേര് ബ്രൗൺ കളർ കേട്ടോ, വൈബേര് ഐബ്രോ പെൻസിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഐബ്രോ വരച്ചിട്ട് വെച്ചിട്ട് ഞാൻ ചീകി കൊടുക്കുകയാണ് കേട്ടോ. ചീകി കൊടുത്താലാണ് ആ നാച്ചുറൽ ലുക്ക് നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ അവിടെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഐബ്രോ എവിടെയെങ്കിലും അവിടെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ആക്കാനായിട്ട് കണ്ടില്ലേ. ഞാൻ ഇപ്പുറത്തെ പുരുകം കൂടി ഫില്ല് ചെയ്യട്ടെ കേട്ടോ. കണ്ടില്ലേ, പുരുകം എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പം ഇന്ന് ഐ ഷാഡോ പാലറ്റായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് മാർസിൻ്റെ ആണ് കേട്ടോ. മാർസിൻ്റെ നല്ല അടിപൊളി പാലറ്റാണ്. ഇതിൽ ഒരുപാട് ന്യൂഡ് ഷെയ്ഡുകളുണ്ട് കേട്ടോ. കണ്ടില്ലേ, ന്യൂഡ് ഷെയ്ഡുകളുണ്ട്. അപ്പം ഞാൻ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കളറാണ് കേട്ടോ. ഈ ഒരു കളർ വെച്ചിട്ടാണ്, അതായത് എൻ്റെ സെറ്റ് സാരിയുടെ ബ്ലൗസിൻ്റെ കളർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ഒരു കളർ വെച്ചിട്ടാണ് ഇന്നത്തെ ലുക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നല്ല അടിപൊളി പാലറ്റാണ് കേട്ടോ. അഫോർഡബിൾ റേഞ്ചിലുള്ള നല്ലൊരു പാലറ്റാണ് ഇത് കേട്ടോ. നല്ല കണ്ട പിഗ്മെൻറ്റഡ് ആണ്. ഇനി ഒരു ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. നല്ലൊരു കളറാണ്. ഇനി ഞാൻ വന്നിട്ട് ഇതിൻ്റെ ഒരു ഗോൾഡൻ കളർ ഉണ്ടല്ലോ, ഈ കളർ ഒരു ഷിമ്മറി ഷെയ്ഡ് അതിൻ്റെ മുകളിൽ കൊടുക്കാൻ പോവാണ് കേട്ടോ, ഈ ഒരു കളർ. അപ്പം ഞാൻ കൈ കൊണ്ട് തന്നെ കൊടുക്കുന്നത് കേട്ടില്ല.
ഇപ്പോൾ നമ്മുടെ 2 കണ്ണിൻ്റെയും ഐ ഷാഡോ ഇട്ട് കഴിഞ്ഞു. ഇനി ഞാൻ ഐബ്രോ അല്ല സോറി കണ്ണെഴുതാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് മുകളിൽ കണ്ണെഴുതാൻ പോകുന്നത് ഇന്ന് എൻവൈബേരെ ഐലൈനർ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കണ്ണെഴുതി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ണെഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വാട്ടർ ലൈൻ ഉണ്ടല്ലോ, അവിടെ വന്നിട്ട് എഴുതി കൊടുക്കാൻ പോവാണ് കേട്ടോ. കണ്ണിൻ്റെ ഉള്ളിൽ മുകളിലത്തെ വാട്ടർ ലൈനിലും അതേപോലെ തന്നെ താഴത്തെ വാട്ടർ ലൈനിലും കൺമഷി വെച്ചിട്ട് ഫില്ല് ചെയ്യാൻ പോവാണ് കേട്ടോ. LITൻ്റെ കൺമഷിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ണെഴുതി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി കണ്ണിൻ്റെ താഴെ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രൗൺ, നമ്മൾ മുകളിലിട്ട് കൊടുത്ത് ബ്രൗണ്, അതുകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ കളർ തന്നെ കേട്ടോ, ഈ കളർ കണ്ണിൻ്റെ അടിയിലൊന്നൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മൾ മസ്കാരയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ സ്വിസ് ബ്യൂട്ടിയുടെ മസ്കാരയാണ് കേട്ടോ ഇടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ വരാൻ ലേറ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ സ്വിസ് ബ്യൂട്ടിയുടെ മസ്കാരയാണ് ഇന്ന് ഞാൻ യൂസ് ചെയ്യണത് കേട്ടോ. അപ്പോൾ മസ്കാരയും കൂടി ഇട്ടാലാണ് നമ്മളുടെ കണ്ണിൻ്റെ ഐ മേക്കപ്പ് കംപ്ലീറ്റഡ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മസ്കാരയും കൂടി ഇടാനായിട്ട് ശ്രദ്ധിക്കുക. മസ്കാര ഇല്ലാത്തവർ എന്താ പറയുക, ഐലൈനർ ഉണ്ടല്ലോ, ഐലൈനർ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ ലാഷസിൽ ഐ മേക്കപ്പ് കംപ്ലീറ്റഡ് ആയി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ബ്ലഷിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലാക്മി ഫോറെവർ മാറ്റ്, ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 28 കോറൽ സെൻസ് ആണ് കേട്ടോ. ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ, ബ്ലഷ് ഇടാനായിട്ട് അടിപൊളിയാണ്. അപ്പോൾ ചിരിക്കുക. അപ്പോൾ ബ്ലഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഹൈലൈറ്റർ കേട്ടോ. ഹൈലൈറ്റർ മേബിലിൻ്റെ തന്നെ മാസ്റ്റർ ക്രോമിൻ്റെ ആണ് കേട്ടോ അന്ന് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹൈലൈറ്റർ എവിടെയാണ് ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ചീക്ക് ബോണ്ട്, ബ്ലഷ് ഇട്ടതിൻ്റെ മുകളിലായിട്ട് ചീക്ക് ബോണ്ട് അവിടെ. അപ്പോൾ ബ്ലഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനതൊരു ബ്രഷ് വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പോവാം കേട്ടോ. എന്നിട്ട് ലിപ്സ്റ്റിക്ക് ഇടാൻ പോവാണ് കേട്ടോ. ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഇന്നത്തെ പർപ്പിളിൻ്റെ മിനി ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അടിപൊളി ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഈ ഫെസ്റ്റീവ് സീസണൊക്കെ പറ്റിയ അടിപൊളി ലിപ്സ്റ്റിക്കാണ്. നല്ല പിഗ്മെൻറ്റഡ് ലിപ്സ്റ്റിക്കാണ്, കണ്ടില്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ മേക്കപ്പ് ലുക്ക് ഏകദേശം കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി ഞാനൊരു പൊട്ടും കുത്തിയിട്ട് കാണിച്ചു തരാം. അത് വയർത്തിട്ട് വയ്യ കേട്ടോ, ഭയങ്കര ചൂട്, ഫാൻ ഇടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ചൂട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നൊരു സംഭവം എന്ന് പറയുന്നത് ഐലാഷ് വെക്കുക എന്നുള്ളതാണ്. ഐലാഷ് ഞാൻ മാക്കിൻ്റെയാണ് കേട്ടോ ഐലാഷ് വെക്കുകയാണ്. അപ്പോൾ ഐലാഷ് ഞാൻ മാക്കിൻ്റെയാണ് എടുക്കുന്നത്. ഒരുപാട് പീലില്ല കേട്ടോ, ഇത് കണ്ട, ഒരുപാടില്ല. ഇനി വന്നിട്ട് മാക്കിൻ്റെ തന്നെയാണ് ഇതിൻ്റെ ഗ്ലൂ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് കുറച്ച് ഞാൻ കട്ട് ചെയ്ത് കളയും കേട്ടോ. കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ കുത്തി നിൽക്കണ പോലെ തോന്നും. അപ്പോൾ ഞാനിനി ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒന്ന് വരാം. ഗ്ലൂ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇത് എന്താ പറയുക, ഐലൈനർ പോലത്തെ ഗ്ലൂ ആണ് കേട്ടോ, ബ്ലാക്ക് തന്നെയാണ്. ഇതിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. ചെറിയൊരു എമൗണ്ട് അപ്ലൈ ചെയ്തു. അതിനുശേഷം ഞാനിതൊന്ന് ഊതാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ മേക്കപ്പ് ലുക്ക് ഏകദേശം ഒന്നായിട്ടുണ്ട്. ഇനി ഞാൻ സെറ്റ് മുണ്ടൊക്കെ എടുത്തിട്ട് മുടിയൊക്കെ കെട്ടിയതിന് ശേഷം വരാം കേട്ടോ.
ഇതാണ് നമ്മുടെ മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് ഇന്നത്തെ മേക്കപ്പ് ലുക്ക് എന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മാക്സിമം ഞാൻ ടൈം കുറച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ ഇന്നത്തെ മേക്കപ്പ് ലുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം വിഷ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം കേട്ടോ.